മുനമ്പത്ത് അന്യാധീനപ്പെട്ട 404 ഏക്കർ വഖഫ് ഭൂമിയുടെ നഷ്ടം ഫറൂഖ് കോളേജിൽ നിന്ന് ഈടാക്കണമെന്ന വഖഫ് ബോർഡ്. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഉന്നതാധികാര സമിതിക്ക് മുൻപിലാണ് വഖഫ് ബോർഡിന്റെ ആവശ്യം. ഭൂമി വഖഫല്ലെന്ന നിലപാടാണ് ഫറൂഖ് കോളേജ് പ്രതിനിധി എടുത്തത്. മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ ആദ്യ സിറ്റിംഗിലാണ് വഖഫ് ബോർഡ് നിലപാടറിയിച്ചത്. മുനമ്പത്തെ 404 ഏക്കർ ഭൂമി പൂർണ്ണമായും വഖഫാണ്. ഫറൂഖ് കോളേജ് മുത്തവല്ലിയായ ഈ ഭൂമി നഷ്ടപ്പെട്ടത് കോളേജ് മാനേജ്മെന്റിന് തന്നെ വീഴ്ചയാണ്. അതിനാൽ കോളേജ് മാനേജ്മെന്റിൽ നിന്ന് തന്നെ നഷ്ടം ഈടാക്കണമെന്ന് വഖഫ് ബോർഡ് നിലപാടെടുത്തു. പകരം ഭൂമി സർക്കാർ നൽകാമെന്ന നിർദ്ദേശവും വഖഫ് ബോർഡ് അംഗീകരിച്ചില്ല. വഖഫ് സ്വത്ത് മുത്തവല്ലി നഷ്ടപ്പെടുത്തിയ ശേഷം സർക്കാർ നഷ്ടപരിഹാരം നൽകുന്നത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്ന നിലപാടും വഖഫ് ബോർഡ് സ്വീകരിച്ചു. എല്ലാ അർത്ഥത്തിലും അത് വഖഫ് സ്വത്താണ്. ഫറൂഖ് കോളേജിൻ്റെ ആളുകൾ അത് വഖഫല്ലെന്ന് ചിലപ്പോൾ പറയുന്നുണ്ടായേക്കാം. പക്ഷെ അവർക്കും അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. വഖഫ് സ്വത്ത് എന്ന കാര്യത്തിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ വളരെ വ്യക്തമായി ആ വഖഫ് ആധാരത്തിൽ അത് പറഞ്ഞിട്ടുമുണ്ട്. ഈ താമസിക്കുന്ന ജനങ്ങളെ പെരുവഴിയിലാക്കാൻ പാടില്ല എന്ന് സർക്കാരിനുണ്ട്. അതേസമയം വഖഫ് നഷ്ടപ്പെടാനും പാടില്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ എങ്ങനെ ഒരു അനുരഞ്ജനം നടക്കും, ഇതാണ് ആലോചിക്കുന്നത്. അതിന് അവർക്ക് വേറെ ഭൂമി മേടിച്ചതല്ലോ. ഫറൂഖ് കോളേജുകാർക്ക് വേറെ ഭൂമി മേടിക്കാം, ഇവരെ പുനരധിവസിപ്പിക്കാം. മുനമ്പം ഭൂമി വഖഫല്ലെന്നും ഇഷ്ടദാനമായി ലഭിച്ചതാണെന്നും ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് പ്രതിനിധി സിറ്റിംഗിൽ നിലപാടെടുത്തു. മുനമ്പത്തെ കൈവശക്കാർക്ക് പണം വാങ്ങി വിൽപ്പന നടത്തിയതാണെന്നും കോളേജ് പ്രതിനിധി അറിയിച്ചു. ഫറൂഖ് കോളേജിന്റെ പേരിൽ വഖഫ് ചെയ്ത മുനമ്പത്തെ 404 ഏക്കർ ഭൂമിയിൽ 200ഓളം പേരാണ് നിലവിൽ താമസിക്കുന്നത്. ഭൂമി വഖഫല്ലെന്ന ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. പിണറായി സർക്കാർ നിയോഗിച്ച മുനമ്പം ഉന്നതാധികാര സമിതി ഇതുപോലെ തുടരുമോ എന്ന കാര്യം സംശയമാണ്. എങ്കിലും വഖഫ് ബോർഡിന്റെ നിലപാട് നിർണായകമായിരിക്കും. കൊച്ചിയിൽ നിന്നും MK ഷുക്കൂർ, മീഡിയ 1.